ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ കയറി പറ്റി എല്ലാവർക്കും കഷ്ടകാലമാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ സീസണാണ് വളരെ മോശപ്പെട്ട സീസൺ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? യെസ് ഗൈസ്, എനിക്കും തോന്നി. അതിൽ കയറി വന്നിട്ടുള്ള എല്ലാവരെ പറ്റി അവരുടെ പ്രസന്റ് ലിവ് പാസ്റ്റും ഇനി പറ്റിയെന്ന് വെച്ചാൽ ഫ്യൂച്ചറായിരിക്കും വരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൽ കയറിയിട്ടുള്ള എല്ലാവരുടെയും സീസണുള്ള കാര്യം പോക്കാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ റീസെന്റ് അഖിൽമാരാണ് അപ്സരയുടെ ഭർത്താവ് ആൽബിനെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളും ചെയ്തായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാണ്. അപ്പോൾ അതേ ഇന്റർവ്യൂവിൽ തന്നെ ഈ പറയുന്ന അപ്സരയുടെ ഇപ്പോഴത്തെ ഭർത്താവിനോട് എക്സ് ഹസ്ബൻഡിനെ പറ്റി ചോദിച്ചു. എക്സ് ഹസ്ബൻഡിന് അപ്സരയും ഈ ആൽബിയെയും അവിഹിതം പൊക്കിയിട്ടല്ലേ ആ ബന്ധം ഇല്ലാതായതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല, അതൊക്കെ അയാൾ വെറുതെ പറയുന്നതാണ്, അയാൾക്ക് വെറുതെ സംശയമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടുകാരായിട്ട് 3 വർഷത്തിന് ശേഷം ആലോചിച്ച് തീരുമാനിച്ച കല്യാണമാണ് എന്നൊക്കെ ആൽബി പറഞ്ഞതിനെ പറ്റി അതെല്ലാം പൊളിച്ചടക്കണ രീതിയിലാണ് ഇപ്പോ നമ്മുടെ അപ്സരയുടെ മുൻ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ തന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, കാരണം ഈ പറയുന്ന ആൽബി പറഞ്ഞതിനുള്ള മറുപടിയാണ്. ഇതിൽ അപ്സരനെ വലിച്ചിടാനോ അല്ലെങ്കിൽ അപ്സരയുടെ പേര് പോലും അദ്ദേഹം ഇതിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ആൽബി ഇതുപോലെ വളരെ മാന്യനായി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തനിക്കിത് പറയാതെ വയ്യ എന്നത് കൊണ്ട് മാത്രമാണ് താൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണേനും ഈ പറയുന്ന അപ്സരയുടെ മുൻ ഭർത്താവ് പറയുന്നുണ്ട്. എന്തായാലും വീഡിയോ മോനെ അല്ല, നീ പറയുന്നുണ്ട് അവതാരിക ചോദിച്ചൊരു കാര്യമുണ്ട്, എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ പൊക്കി, നിങ്ങളുടെ ബന്ധം പൊക്കിയതാണെന്ന്. അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട്, അതായത് ഞാൻ എന്തോ അത് വരുത്തി തീർത്തെന്ന രീതിയിൽ എത്തിരി പറയട്ടത് പിന്നെ. എടാ ഒരു ആണാണെങ്കിൽ ശരി, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയണ നട്ടൽ നിനക്ക് ഉണ്ടാടാ? ഉണ്ടാ? നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ അതാണ് ചോദിക്കുന്നത്, നിനക്ക് അതിനുള്ള നട്ടലുണ്ടാ? ഉണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു വാക്ക് പറയോ? നീ ഇതിനകത്ത് എന്തിനു പറഞ്ഞേ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ്, മറ്റാണ് മറിച്ചാണ്, വീട്ടുകാർ തമ്മിൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ നീ ഭയങ്കര ബൂസ്റ്റപ്പായിട്ട് കാര്യമല്ല. പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു. പുടവയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ആട്ടുമ്പം എനിക്ക് ഊഞ്ഞാലാറിന് ഇഷ്ടമാണ്. ഓക്കെ, എന്നെ ഇരുത്തി നീ കുടവും കൂടെ വിടരുത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുകയാണ് ഞാൻ. അതായത് നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത്, ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോ അവിടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നതാണ്. വന്ന സമയത്ത് നീ എൻ്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച്, ഇത്രയും പൊട്ടി വേദനയോടെ നിൽക്കുന്ന എൻ്റെ അടുത്ത് ഷോ കാണിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചെറിയൊരു സീനായി, അവിടെ മൊത്തം അറിഞ്ഞു. ഇപ്പൊ നീ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമേ നടന്നിട്ടില്ല, അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയത്. നീ കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലിലെ സെറ്റിലുള്ള ആൾക്കാർ, സഹിതമായ ആൾക്കാർ അറിയാം ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി അവിടെ വന്ന് സീന. നീ പിന്നെ എന്ത് ഇടാ? നിനക്കൊക്കെ പുളു അടിക്കാനെങ്കിൽ കള്ളം പറയാനൊക്കെ ഇതിലുള്ള തൊലിക്കട്ടിയും അമ്മോ, നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനു ഈ വേലത്തിനും കാണിക്കണം? ഞാനെങ്കിൽ അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ തകർക്കാൻ വന്നവനായിരിക്കും. ഇത് ഒന്നുമല്ല. ഇവിടെ നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴിമാറി തന്നിട്ട് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് എന്നെ പിടിച്ചിട്ട് വീണ്ടും വലിച്ചെടുത്തോണ്ടിരിക്കുന്നത്? എന്നിട്ട് അവസാനം പറയണേ ഹൈപ്പ് കിട്ടാനാണ്. എനിക്ക് എന്ത് ഹൈപ്പ്? അവിഹിതം പറഞ്ഞ് എനിക്ക് ഹൈപ്പ് ഉണ്ടാക്കുക. എടാ എനിക്ക് എന്തിന് ഹൈപ്പ്? ഞാൻ അവിഹിതം ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എല്ലാം പറയേണ്ടി വരും. ഓർമ്മിച്ച് വെച്ചോണം. നിന്റെ അവിഹിതത്തിനെ കുറിച്ച് ഞാൻ എടുത്തിട്ട ഞാൻ പിന്നെ അതൊരു ഒരു പെൺകുട്ടി ഭാവം, അതിനൊരു ഭാവിയുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നീ കാണിച്ച തന്തയില്ലായ്മ ഞാൻ കാണിക്കാത്തത്. ഓക്കെ, അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. ഇത് വീണ്ടും വന്ന് പറയണേൽ എനിക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നുണ്ട്. ആർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാന്യന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വീഡിയോ. പിന്നെ നീ ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഈ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കിയെന്ന് കേൾക്കുമ്പോഴേ എടാ, അതിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ അവർ നിന്ന് ചിരിച്ച് മരിക്കും. എടാ, ഏഷ്യാനെറ്റ് ചാനലിലെ ഒരു ഷോയാണ് കോമഡി സ്റ്റാർ. ഞാൻ അതിന്റെ കൊറിയോഗ്രാഫറായിട്ടാണ് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. നീ ഇതിൽ പറയുന്നുണ്ട് കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് അത് വിഴുങ്ങി അസിസ്റ്റന്റ് ആണെന്ന്.
ശരി തന്നെയാണ്. എനിക്ക് അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു നാണക്കേടും ഇല്ല. ഓക്കെ, ഞാൻ ഡാൻസറായിട്ട് വന്നവനാണ്. ഞാൻ ഡാൻസറായിട്ട് നിന്ന് ഞാൻ കൊറിയോഗ്രാഫറായി, അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കൊറിയോഗ്രാഫറായിരുന്നവനാണ്. പക്ഷെ ആ ഏഷ്യാനെറ്റ് ഗ്രൂവിന് മൊത്തം അറിയാം. ഏഷ്യാനെറ്റ് ഗ്രൂവ് എന്ന് പറയുമ്പോൾ കോമഡി സ്റ്റാറിന്റെ ഗ്രൂവ് മൊത്തം അറിയാം. അതിന്റെ കൊറിയോഗ്രാഫർ, അതിന്റെ പേരും പ്രശസ്തിയും വേറെ ഒരാൾക്കും, അവിടെ പണിയെടുക്കുന്ന ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ചെയ്ത വർക്ക് ചെയ്ത കൈരളിലായിക്കോട്ടെ, അമൃതയിലായിക്കോട്ടെ, ഞാൻ ചെയ്ത ഷോയിലുള്ള ഗ്രൂവിന് അറിയാം. അതവിടെ ഇരിക്കട്ടെ. നീ ഇപ്പൊ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിലൊന്നും വരാൻ പോണില്ല. പിന്നെ അവിടെ എന്നെ പുറത്തയക്കിയത് ആ ഷോ ഡയറക്ടറും അല്ല, പിന്നെ ആ ഷോയുടെ ഗ്രൂമേഴ്സും ആരുമല്ല. എന്നെ പുറത്തയക്കിയത് ഇതിന്റെ തലപ്പത്ത് ഈ ചീഫായിട്ട് ഒരാളുണ്ടല്ലോ, ആ ആളാണ് എന്നെ പുറത്തയക്കിയത്. അതെനിക്ക് വിഷമമുണ്ട്. കാരണം ആ ഒരു ടീമിൽ അതൊരു ഫാമിലി ആയിട്ടിരുന്നൊരു വർക്കായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഒരു 5-6 വർഷം ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്നെ അവിടെ ഗൈസ്. അപ്പോ ഈ പറയുന്ന അപ്സരയുടെ മുൻ ഭർത്താവാണ് ഇപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ആൽബി. നേരത്തെ ഇവർ ഒളിച്ചോടി പോയി. കല്യാണം കഴിച്ചതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിന്റെ കയ്യിലുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഞങ്ങള് വീട്ടുകാരൊക്കെ പറഞ്ഞുറപ്പിച്ച് ഈവനുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് കഴിച്ചിരിക്കണേന്നും ഒക്കെ ചാനലിലെല്ലാം വന്ന് അല്ലെങ്കിൽ മീഡിയാസിലൊക്കെ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാന്യനായിട്ട് നടക്കണം. എന്തിനാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഉണ്ടായ സംഭവം പറയും എന്നൊക്കെ രീതിയിൽ. അത് മാത്രമല്ല, ഈ പറയുന്ന അപ്സരയുടെ എക്സ് ഹസ്ബൻഡിനെ അദ്ദേഹത്തിന് ഈ കൊറിയോഗ്രാഫറാണ് പുള്ളി, ഏഷ്യനെറ്റിന്റെ കോമഡി സ്റ്റാറിൽ. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണലി കാര്യങ്ങൾ പോലും ഇയാൾ വന്ന ഓരോ ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞ അയാളെ മോശമാക്കി തരാൻ ശ്രമിച്ചു. ഇവര് ചെയ്ത കാര്യങ്ങള് വളരെ മാന്യതയോടെ മറച്ച് നല്ലൊരു ഇതായിട്ട് പുറത്തു വിടുകയും അയാളെ പറ്റി മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തു. അയാൾ ഇപ്പോഴും ഈ അപ്സരയുടെ പേര് ഇതിൽ പറയുന്നില്ല, മനസ്സിലായോ? അത് ഈ വീഡിയോയിൽ ഒരു സ്ഥലത്തും പറയണില്ല. ഈ ആൽബിക്കെതിരെയാണ്, ആൽബിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വീഡിയോയില് ഇദ്ദേഹം വന്ന് പറയണത്. അതുപോലെ താൻ അവളെ കല്യാണം കഴിച്ചു, നിങ്ങളുടെ ഇതിൽ നിന്ന് ഞാൻ മാറി തന്നു, നിങ്ങൾ ജീവിച്ചോട്ടെ. എന്നിട്ടും താൻ കൊണ്ടുപോയ പെണ്ണിനെ മറ്റുള്ളവരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കാതെ നോക്കാതെ ഇപ്പോഴും ആ പെണ്ണിനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന രീതിയിലും ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഈ പറയുന്ന കണ്ണന് ഈ നമ്മുടെ അപ്സരയോട് ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അപ്സരയെ ഒന്നും പറയാത്തത്. ഇയാളോടാണ് ദേഷ്യം. ഇയാൾ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ മാന്യതയുടെ മുഖം വെച്ച് നടക്കുന്ന കാര്യങ്ങളോടാണ് അപ്സരയുടെ മുൻഭർത്താവിന് ദേഷ്യം. അപ്സരയുടെ ഇപ്പോഴും അദ്ദേഹം അപ്സരേനെ ഇതിൽ എന്തെങ്കിലും പറയൂ, നിങ്ങൾ ഒരുമിച്ച് പോയി ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ച്. പക്ഷെ ആ പെണ്ണിന് ഇപ്പോഴും ഈ പറയുന്ന അഖിലമാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട അവസ്ഥയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട അവസ്ഥയും വരുത്തി തീർത്തതിനെ പറ്റിയുള്ള ഒരു വിഷമം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. കാറിൽ പോണ കണ്ട ഇവ എന്ത് മണ്ടനാണെന്ന് ചോദിച്ചു. ഇത് കാറിൽ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പിന്നെ ഇത് പോകാൻ കഴിഞ്ഞ ആരും കാറിൽ പോകാൻ പാടില്ല എന്നുകൊണ്ടോ? ഒരിക്കലും ഇല്ല. ആർക്കും വേണം പോവാം. ആ വിവാഹം കഴിഞ്ഞാലും പോവാം. ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരാണിൻ്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ഇപ്പം മണ്ടത്തരം പറയണം. മണ്ടനാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ മണ്ടനായതുകൊണ്ടാണോ മണ്ടത്തരനായതുകൊണ്ടാണല്ല പ്രശസ്തി. നീ ചിന്തിക്കുക, ഇടമോനെ നീ ചിന്തിക്കുക. ഇപ്പൊ നമ്മളൊരു സാധനം ഇതേപോലെ ഒരു നമ്മളെ കൺമുന്നിൽ വെച്ച് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ട്. ഞാൻ അതുപോലും ഞാൻ നിങ്ങളത് കാണിച്ചിട്ടില്ല. ഞാൻ ആ കണ്ട് കാഴ്ചയിൽ വേദനിച്ച് ദുഃഖിച്ച് മാറിപ്പോകണം, അല്ലാതെ ഞാൻ അത് കാണിച്ചിട്ടില്ല. അത് കാണിക്കാത്തതുകൊണ്ടാണ് നീ ഇപ്പൊ ഇത് പറയണത്. അപ്പൊ നിനക്കറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് എടുത്തെത്തിക്കില്ല. അപ്പൊ ഞാൻ മണ്ടനാണെന്ന് നിന്റെ സംസാരം. അതുപോലെ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ 2 ഫാമിലികൾ തമ്മിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിപ്പോൾ നല്ല രീതിയിൽ ഇവർ തമ്മിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ ഒത്തുചേർന്ന് പോകേണ്ട കാര്യങ്ങളെ പറ്റി ഒന്നും ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ആൽബി തടഞ്ഞു, ഒഴിവാക്കിയിരുന്നു. അതല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ ഈ പറയുന്ന അപ്സരയുടെ മുൻ ഭർത്താവ് പറയുന്നുണ്ട്. അന്ന് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതിൽ അപ്സരേനെ അദ്ദേഹം ഒന്നും പറയുന്നില്ല. അപ്സരയോട് ഇപ്പോഴും ഉള്ളിൽ സ്നേഹം തന്നെയാണ്. പക്ഷെ ഈ ആൽബി ഷോ ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്കുള്ളൊരു ക്ലാരിറ്റിയാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത്. അത് കണ്ടു എനിക്ക് ഭ്രാന്തളവി, അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് പ്രശ്നം തുടങ്ങണം എന്നൊക്കെ. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായല്ലോ. ഒരു ഇന്റിമേറ്റ് സീന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ തമാശ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞങ്ങളിടയിൽ ഒന്നും ഒരുവിധ സംസാരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നീ പറഞ്ഞു എൻ്റെ ആള് ഭയങ്കര അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെയും കാട്ടി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ അഭിനയിക്കാൻ തുടങ്ങിയത്. മനസ്സിലായിക്കണം. നിർത്താനോട് ഇത് പറയുന്നത് അവൾ അഭിനയം നിർത്താൻ വരെ പോയി.
ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത്. എവിടെ? ആര് നിർത്തി? എപ്പോ നിർത്തി? അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ ഉണ്ട് കാറിൽ, പിന്നെ വേറെ എന്തൊരു അതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞ് എനിക്ക് വ്യാപ് കയറുന്നു, ദേഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ വായിൽ വേറെ എന്തെങ്കിലും കയറി വരും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ അയാൾക്ക് വേണ്ടത് അവൾ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഹൈപ്പിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിരായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി കൊടുത്തു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് ഹൈപ്പ് നിങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ മോനെ, നിങ്ങളാണ് എനിക്ക് ഹൈപ്പ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനായിട്ട് ഒരു ഹൈപ്പിനും വരുന്നില്ല, ഒരു ഹൈപ്പിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറണമില്ല. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക. നിങ്ങളുടെ കല്യാണം തന്നെ നടന്ന ആ ഒരു പട്ടി ഷോ എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ എവിടെയെങ്കിലും എൻ്റെ കൈപ്പതപ്പോലെ ഉണ്ടോന്ന്. പക്ഷേ അവരവരെ നാട്ടുകാർ തന്നെ നിങ്ങളെ നേരെ കല്ലെറിയും. നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് എന്തിനാണ് ഇത്ര നല്ല പേരെടുക്കാൻ നോക്കണേ? സ്വയമേ അറിയാം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ട് എന്തിനീ കിടന്ന് ഈ വെവിളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നല്ല സ്നേഹമാണ് തോന്നണത്. പിന്നെ ഞാൻ എന്തൊരു പറയാൻ, ആദ്യം വേണ്ടത് വേറെ ഒന്നും ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വരുത് എൻ്റെ വായിൽ. എനിക്ക് ദേഷ്യം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കും. ആദ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ മറ്റവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നോക്കാനുള്ള ഒരു തൻ്റെ ഇടം ചങ്കൂറ്റം വേണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലയിട്ട് ചൊറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ മാന്തും വെട്ടും കുത്തും മാഞ്ചോണ്ട് വന്ന് വീട്ടിനകത്തിരിക്കുന്ന പരിപാടി എനിക്കില്ല. മനസ്സിലായിക്കണം. എൻ്റെ കൂടെ ഇരുന്നിരുന്നെങ്കിൽ ഈ മണ്ടത്തര കാണിക്കാൻ, അതിന് മറ്റവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കില്ല. എൻ്റെ അടുത്ത് നിന്ന് എടുത്തോണ്ട് പോയിട്ട് നീ ഭയങ്കര നാടൻ കളിക്കല്ലേ, നിന്നെ വലിച്ച് കീറും നാട്ടുകാരെല്ലാം കൂടെ. തൊലിക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞ് എനിക്കല്ലേ എൻ്റെ കൈത് പോകും. മനസ്സിലായാൽ കൂടെ അടുത്ത് മരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് മനസ്സിലായിക്കണം കേട്ടാ. നീ ആദ്യം ആണാണെന്നുള്ളത് നീ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഞാനൊരു ആണാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇത്തിരി തൻ്റെ ഇടം വേണം എന്നുള്ള കാര്യത്തിൽ നീ തന്നെ ഒന്ന് ഉഷാറാവും. എന്നിട്ട് നീ എനിക്കിട്ട് തൊലിക്കാൻ വാ. നീ മറ്റേ അതിനകത്ത് കയറിയിട്ട് നിന്നും അല്ലെ ഇതിനകത്ത് കയറി നിന്ന് നീ വലിയ മറ്റവനാണ് മറിച്ചാണെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല. നിങ്ങളെ ലൈഫായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ആയിട്ട് ജീവിക്കാൻ നോക്കും. ഞാൻ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ കുടിച്ചു വാഴപ്പോഴും നടക്കട്ടെ. ഇനി നീ എന്തെങ്കിലും എവിഡൻസും വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഇറങ്ങി വാ, വെളി വാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞേ വാ. എങ്കിൽ മാത്രമേ എനിക്കിട്ട് തന്നമാർക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തന്നവർക്കുള്ള പണി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വർഷം കുറെ ആയി ഞാൻ എഴുതി വെച്ചിട്ട്. നീ ഇപ്പം 2021 കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടാതെ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ പെട്ടെന്ന് യാദൃച്ഛ്യം 3 വർഷത്തിന് ശേഷം കണ്ടുമുട്ടി സ്നേഹിച്ചത് പോലെ നിന്റെ സംസാരം. കല്യാണം വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് അമ്മ ഒന്ന് രജിസ്റ്റർ ഒപ്പിട്ടെന്നൊക്കെ പറഞ്ഞുള്ള സംസാരം. ഇതെങ്ങനെയൊക്കെ വന്ന വകുപ്പെന്ന് ആ കൈരളി ചാനലിൽ നിങ്ങൾ ആ ഷോ ചെയ്തവർക്കറിയാം, നിങ്ങളെ കൂടെ വർക്ക് ചെയ്തവർക്കറിയാം. എന്തിനു വേണ്ടി? സെലിബ്രിറ്റി കിച്ചൺ എന്തുകൊണ്ട് സീസൺ 2 തുടങ്ങിയ കേസ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മനസ്സിലായിക്കണം. എല്ലാവർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ഞാനായിട്ട് ഒന്നിനും ഇടപെടാനോ ഒന്നിനും വരാത്ത എന്നെ വെറുതെ വലിച്ചെളുക്കരുത്. നാറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് അറ്റ നാറ്റിക്കണമെന്ന് എനിക്ക് അങ്ങനെ നാറ്റിക്കണമെന്ന് എനിക്കില്ല. ആ മനസ്താപം എനിക്ക് 2023 ആ വനിത അതിനകത്ത് വന്ന് സംസാരിക്കുന്ന വരെ എനിക്കത് ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ പച്ച ശരീരത്തിലിട്ട് കുത്തി നോക്കുമ്പം ആർക്കായാലും ഒന്ന് ചെറുതായിട്ട് ദേഷ്യവും വേദനയും സങ്കടവും പ്രയാസമൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് ശരിയാണ്. കാരണം ഈ പുള്ളി ഒന്നിനും പറയാനോ പിടിക്കാനോ ഒന്നുമില്ലാതെ ഒതുങ്ങിപ്പോയി. അവര് ഒന്നിച്ച് ജീവിക്കാതെ അവര് സെപ്പറേറ്റ് ആയി. അവര് വേറൊരു ജീവിതം ജീവിക്കുന്നു. അവര് നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ. കൊണ്ടുപോയി പണിയെ നല്ല പോലെ നോക്ക്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. എൻ്റെ ഇപ്പോഴും ഈ പറയുന്ന നമ്മുടെ കണ്ണന് മനസ്സിൽ അപ്സരയുടെ മുൻ ഭർത്താവിന് മനസ്സിൽ അപ്സരയോട് സ്നേഹം ഉണ്ടെന്ന് ആ വർത്താനത്തിൽ നിന്ന് തന്നെ അറിയാം. എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പൊ അവളെ നാട്ടുകാരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടൊക്കെ തെറി പഠിപ്പിക്കാൻ അനാവശ്യം പറയിപ്പിക്കുകയാണ്. അവൾ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഇതുപോലൊന്നും ആരും അവളെ നേരെ സംസാരിക്കാനോ പറയാനോ വരത്തില്ല. ഒരാണിനെ സംബന്ധിച്ച് അവരുടെ പെണ്ണിനെ വീട്ടുകാരാണെങ്കിലും ശരി നാട്ടുകാരാണെങ്കിലും ശരി അവരെ കൊണ്ട് നമ്മളെ പറയിപ്പിക്കാൻ ഒരവസരം ഉണ്ടാക്കില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ആണുങ്ങളെ അല്ല. നമ്മൾ ഇപ്പൊ വീട്ടുകാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിലും ശരി, കൂട്ടുകാരാണെങ്കിലും ആരെങ്കിലും നമ്മളെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഭാര്യമാരെ വായ തോന്നിയത് പറയുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിൽ അവരാണുങ്ങളല്ല. അങ്ങനെ പറയാനുള്ള അവസരം അവരുടെ വീട്ടുകാരോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെ
മകനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവോ ആണല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മറ്റേ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ചാച്ചു കൊടുക്കണ ഒരു മരമായിട്ട് ഇടാൻ പാടില്ല. എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യണത്. എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അവളെ ഇത് ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാമെന്നാണ് ഞാൻ നോക്കിയിരുന്നത്. കാരണം അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ആളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അപ്സരയോടുള്ള സ്നേഹം ഉണ്ടെന്ന് നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ അപ്സരയുടെ പേരോ ഒന്നും ആൾ പറയുന്നില്ല. പക്ഷെ ഈ ഇങ്ങനെ പറ്റി വളരെ മോശമായിട്ട് എല്ലായിടത്തും പറയും. അവർ ചെയ്ത കാര്യത്തെ പറ്റി അങ്ങനെയൊന്നും അല്ലാതൊക്കെ ഇയാൾ വെറുതെ പറയാന്ന് പറയും. പിന്നെന്താ പറയാ, അങ്ങനെയൊക്കെ ആയിപ്പോ എന്തായാലും അങ്ങനെ നമുക്ക് ആർക്കായാലും ഒരു വിഷമം വരില്ലേ. എന്നാൽ പെട്ടെന്നൊരു ദിവസം നമ്മുടെ നേരെ കുറെ കുറ്റങ്ങൾ കണ്ടെത്തി അയാൾ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ അതൊക്കെ മറച്ചു വെച്ച് വളരെ മന്റെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്യണമെന്ന് തോന്നും അല്ലെ. ഒരു അവസരം വരെ നമ്മളത് മൂടി വെച്ചാലും പിന്നീട് നമുക്കത് പറയണമെന്ന് തോന്നും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അപ്സരയുടെ ഹസ്ബൻഡും ചെയ്തത്. അതിന് പുള്ളിക്കാരനെ തെറ്റും പറയാനുമില്ല. പുള്ളി പറയണ എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ്. കാരണം സെലിബ്രിറ്റി കിച്ചണൊക്കെ സീസൺ 2 തുടങ്ങിയ സമയത്തൊക്കെ അപ്സര അതിലുണ്ടായിരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കൈരളി ടിവിയിലെ ഒരു കാര്യങ്ങളും ഒക്കെ ആയിരുന്ന അതിന്റെ പുറകിലെ ഓരോ പ്രോഗ്രാമിന്റെ ആളായിരുന്നത് കൊണ്ട് തന്നെ ഈ ആൽബിയും അപ്സരയും ഇടപെടാനും ഒന്നിക്കാനും ഉള്ള അവസരങ്ങൾ കൂടുതലും. അങ്ങനെ അവരുടെ ബന്ധം ആ ക്രൂവിലുള്ള കൈരളി ചാനൽ എല്ലാവർക്കും അറിയാം, അവര് ചെയ്തിരുന്ന പ്രോഗ്രാംസിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പ്രേക്ഷകരായി നമുക്കാണ് അറിയാത്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് മറ്റൊരു രീതിയിൽ പറയണത്. അപ്പൊ അപ്പോഴാണ് ഇദ്ദേഹം എന്ന് പറയണത്. ഞങ്ങളെ ഒന്ന് സംസാരിക്കാനുള്ളൊരു അവസരം തരാതെ, ഞങ്ങൾക്കൊന്ന് കോംപ്രമൈസിനുള്ളൊരു ചാൻസ് തരാതെ അതൊക്കെ ഇല്ലാതാക്കി അതിൻ്റെ ഇടയിലെല്ലാം കിടന്ന് കളിച്ചത് ആൽബിയാണെന്നും, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തതും ഈ ആൽബിയാണെന്നും, എൻ്റെ കൂടെ ആയിരുന്നു അവളിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വളരെ ആരെ കൊണ്ടൊന്നും പറയപ്പോ നല്ല രീതിയിൽ നോക്കിയേനെന്നും, നീ കൊണ്ടുപോയ പണീനെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാതെ മുന്നത്തെ ആളുകളെ മുന്നത്തെ കാര്യങ്ങളും പറഞ്ഞ് അനാവശ്യ കാര്യങ്ങളില്ലാത്തതും പറഞ്ഞ് കുത്തി നോവിപ്പിക്കാതെ ഇരിക്കണം എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇനിയും ആൽബിയുടേതായ രീതിയിൽ ഒതുങ്ങിപ്പോയി ജീവിക്കുക. കാരണം ഈ പറയുന്ന അപ്സരയുടെ മുൻ ഭർത്താവ് സാമ്പത്തികമായിട്ടൊന്നും ഒരുപാട് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ആൾ ഇറങ്ങിത്തിരിക്കാത്തത്. ആളുടെ കാര്യം നോക്കി ഒതുങ്ങി ഇപ്പോഴും സിംഗിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവർ പോയിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. അവരവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവരവരുടെ രീതിക്ക് വിട്ട ഒരു പ്രശ്നമില്ലാതെ വിട്ട ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് താരങ്ങളുടെ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പോയി ഒട്ടുമിക്ക ആൾക്കാരുടെയും കാര്യം ഇപ്പം ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ സീസൺ ആകെ കൊള അവിയിൽ പരിവായിട്ടായി കിടക്കണമെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും. എന്തായാലും അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.